ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. ഇപ്പോൾ നമ്മൾ ഇൻറ്റീജർ ഡിസ്കസ് ചെയ്തു, സ്ട്രിങ് ഡിസ്കസ് ചെയ്തു, ഫ്ലോട്ട് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഒരു ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സി ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, അറേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സീഡാത്തുണ്ടായിരുന്നു. അറേഡാത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഡാത്ത് സെയിം ടൈപ്പ് ഓഫ് ഐറ്റമായിരുന്നു നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് എന്ന് പറയുന്നത് പൈത്തണിൻ്റെ ഒരു ബിൽഡിംഗ് ഡാറ്റ ടൈപ്പാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഡാറ്റാസ് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻറ്റീജർ ലിസ്റ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം, സ്ട്രിങ് സ്റ്റോർ ചെയ്യാം, ബൂളിയൻ സ്റ്റോർ ചെയ്യാം, ഏത് ടൈപ്പ് ഓഫ് ഐറ്റം. ഇനി ലിസ്റ്റ് തന്നെ ലിസ്റ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. അതാണ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ അറേ ഒക്കെ അറിയാവുന്ന, അറേ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, സീഡൊക്കെ അറേ, സീഡാത്തുള്ള അറേ ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, C++ൻ്റെ അകത്തൊക്കെ അറേ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു ഇൻറ്റീജർ ടൈപ്പ് ഓഫ് അറേ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻറ്റീജർ ഡാറ്റ മാത്രമേ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രിങ് ഡാറ്റ ആണെങ്കിൽ സ്ട്രിങ് ടൈപ്പിലായിരുന്നു നമ്മളവിടെ സ്റ്റോറിങ് നടത്തുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഐറ്റം വേണമെങ്കിലും, കളക്ഷൻ ഓഫ് ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ ലിസ്റ്റിൻ്റെ എഴുതി കാണിക്കാം. ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു പേര് കൊടുക്കുക, ലിസ്റ്റിനൊരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ലിസ്റ്റ് ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ മതി. ഇതിപ്പോൾ ഒരു ലിസ്റ്റാണ്. ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതായത് അതിന് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുമ്പോഴത്തേക്ക് അതൊരു ലിസ്റ്റായി മാറുകയാണ്. അവിടെ സ്ക്വയർ ബ്രാക്കറ്റാണ് ലിസ്റ്റിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്ട്രിങ് ഇടുമ്പോൾ ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സോ ഇടുന്ന പോലെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ലിസ്റ്റ് എന്നാണ് ഈ ലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഐറ്റം എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ? നമുക്ക് വേണമെങ്കിൽ ഇൻറ്റീജർ ഐറ്റം കൊടുക്കാം, സ്ട്രിങ് ഐറ്റം കൊടുക്കാം, ബൂളിയൻ ഐറ്റം കൊടുക്കാം. ഇങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് വല്ലതും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇതെന്താ ഒരു ലിസ്റ്റാണ്, പക്ഷേ ലിസ്റ്റിൻ്റെ അകത്ത് എന്താ മൾട്ടിപ്പിൾ ഐറ്റംസാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ലിസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റ് ഓർഡേഡ് ആണ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇൻഡെക്സ് 0 ആയിരിക്കും, രണ്ടാമത്തെ ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലിസ്റ്റിലെ ഐറ്റംസ് സ്റ്റോർ ആക്കുന്ന ക്രമമാണ്. എന്ന് പറയുമ്പോൾ 0th പൊസിഷനിലേക്കാണ് നമ്മൾ ഈ 12 എന്ന് പറഞ്ഞ ഐറ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പൊസിഷനിലേക്കാണ് ഹായ് എന്ന് പറഞ്ഞ ഈ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ സെക്കൻഡ് പൊസിഷനിലേക്കാണ് ഈ ഫോൾസ് എന്ന് പറയുന്ന ബൂളിയൻ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫ്ലോട്ട് സ്റ്റോർ ചെയ്യുന്നത് തേർഡ് പൊസിഷനിലേക്ക്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഈ പൊസിഷനെ പറയുന്ന 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആയിരിക്കും, സെക്കൻഡ് ആയിരിക്കും, തേർഡ് ആയിരിക്കും. ഇനി നമുക്ക് വേറൊരു ഇത് കൂടിയുണ്ട്. ഈ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് പൊസിഷനെ നമുക്ക് -1th പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് പൊസിഷനെ വേണമെങ്കിൽ നമുക്ക് -1 എന്ന് പറയാനൊരു പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഈ ലിസ്റ്റ് ഒന്ന് ഞാൻ പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് പ്രിൻറ്റിൻ്റെ അകത്ത് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നെയിമാണ്. വേരിയബിളിലേക്ക് നമ്മളൊരു ലിസ്റ്റാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് ആ വേരിയബിൾ നെയിം പ്രിൻറ്റിൻ്റെ അകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കിട്ടും നമുക്ക്. കണ്ടോ, അത് പ്രിൻ്റായി കിട്ടും. ഇനി ലിസ്റ്റിൻ്റെ അകത്ത് ഫസ്റ്റ് ഐറ്റം മാത്രം നമുക്ക് മതിയെങ്കിലോ? ഫസ്റ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ 0th ഇൻഡെക്സിലാണ് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ലിസ്റ്റ് ഓഫ് 0 കണ്ടോ, 12 കിട്ടി. ലിസ്റ്റ് ഓഫ് 1 പ്രിൻ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹായ് കിട്ടും. 2 പ്രിൻ്റ് ചെയ്യുവാണെങ്കിൽ ഫോൾസ് കിട്ടും. 3 ആണെങ്കിൽ 8.0 എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആണ് ഇടുന്നത്. പിന്നെ അതേപോലെ തന്നെ ലിസ്റ്റിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ അത് ഓർഡേഡ് ആണെന്ന് പറയുമ്പോൾ ഇൻഡെക്സ് വൈസ് ആണ് അവർ സ്റ്റോർ ആക്കുന്നത്. ഓർഡേഡ് ആയതുകൊണ്ട് തന്നെ ഇൻഡെക്സ് വൈസ് ആണ് അവർ സ്റ്റോർ ആക്കുന്നത് നമ്മൾ ഡാറ്റാസ്.
പിന്നെ അതിന് വേറെ പ്രത്യേകതയുണ്ട്, ചേഞ്ചബിൾ ഞാനിപ്പോൾ പറയുന്നില്ല. അത് മ്യൂട്ടബിൾ ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞ 2 കൺസെപ്റ്റുകളുണ്ട്. അത് നമ്മൾ കുറച്ച് 2 വീഡിയോസ് കൂടി കഴിയുമ്പോഴത്തേക്കും, ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ ലിസ്റ്റിന് വേറെ പ്രത്യേകതയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസും ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ 12 എന്ന് പറഞ്ഞാൽ അടുത്തൊരു വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല ലിസ്റ്റിൻ്റെ അകത്ത്. ഇപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിലും 12, ലാസ്റ്റ് ഇൻഡെക്സിലും 12 കിടക്കുന്നത്. ഫസ്റ്റ് ഇൻഡെക്സ് അല്ല, 0th ഇൻഡെക്സ്. കണ്ടോ? ഇപ്പോൾ ഏകദേശം ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ലിസ്റ്റിൻ്റെ ലെങ്ത്ത് കാണാനും അതൊക്കെ എന്ന് പറയുമ്പോൾ സ്ട്രിങ്ങിൻ്റെയൊക്കെ ലെങ്ത്ത് കാണുന്ന പോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. LEN ലെങ്ത്ത് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് LEN എന്ന് പറയുന്നത്. LEN ഓഫ് എന്ത് വേരിയബിളാണോ കൊടുക്കുന്നത്. ഇപ്പോൾ സ്ട്രിങ്ങോ ലിസ്റ്റോ, ഇപ്പോൾ സ്ട്രിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എത്രയെന്ന് കിട്ടും, ലിസ്റ്റ് ആണെങ്കിൽ ലിസ്റ്റിൻ്റെ ലെങ്ത്ത് എത്രയെന്ന് കിട്ടും നമുക്ക്. ഇപ്പോൾ കണ്ടോ, 5 എന്ന് പറയുമ്പോൾ ലെങ്ത്ത് ഫംഗ്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ, ലെങ്ത്ത് ഫംഗ്ഷൻ നമുക്ക് 0th ഇൻഡെക്സ് മുതലല്ല കാൽക്കുലേറ്റ് ചെയ്യണം, ഫസ്റ്റ് ഇൻഡെക്സ് മുതലാണ്. ഇത് ഫസ്റ്റായിട്ടേ കൂട്ടുള്ളൂ. 1, 2, 3, 4, 5 5 ഐറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇൻഡെക്സ് വൈസ് പറയുമ്പോൾ നമ്മൾ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെങ്ത്ത് ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ഐറ്റംസ് ആണ് അതിൻ്റെ എണ്ണമായിട്ടുള്ളത്, 5 ഐറ്റം. അപ്പോൾ 5 നമുക്ക് കിട്ടും ലെങ്ത്ത് കാണുമ്പോൾ. ഇനി നമ്മൾ ഇപ്പോൾ ലിസ്റ്റിൻ്റെ ലെങ്ത്ത് കണ്ടു. ഇനി ലിസ്റ്റ് വെച്ച് നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് വേണമെങ്കിൽ ലിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉണ്ട്. നമുക്ക് ഏത് ടൈപ്പിലാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. അതൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ടൈപ്പ് ഓഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞു. ലിസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ, ലിസ്റ്റ് എന്ന് പറഞ്ഞ ആ വേരിയബിളിൽ എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ലിസ്റ്റ് എന്ന് തന്നെയാണോ വരുന്നത്. കണ്ടോ, ലിസ്റ്റ്. അപ്പോൾ ഇത് ലിസ്റ്റ് ടൈപ്പ് ഓഫ് ഡേറ്റയാണ്. പിന്നെ ഈ വേരിയബിൾ നെയിം എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ലിസ്റ്റ് എന്ന് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നില്ല, വേറെ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നെയിംസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു ഞാൻ, അതിവിടെ കൊണ്ടുവന്നിട്ടു. കണ്ടോ, നമുക്ക് എന്ത് വേണമെങ്കിലും വേരിയബിൾ നെയിം എന്ത് വേണമെങ്കിലും കൊടുക്കാം, വാല്യൂസും എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ ലിസ്റ്റിൻ്റെ അകത്തൊരു ലിസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ലിസ്റ്റിൻ്റെ അകത്തൊരു ലിസ്റ്റ് കൊടുക്കാം, 1 2 3 ഇങ്ങനെ കൊടുക്കാം, പ്രോബ്ലം ഇല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിസ്റ്റിൻ്റെ അകത്ത് ഒരു ഇൻഡെക്സിലാണ് വേറെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 0th ഇൻഡെക്സ് 12, ഫസ്റ്റ് ഇൻഡെക്സ് ഹായ്, സെക്കൻഡ് ഇൻഡെക്സ് ഫോൾസ്, തേർഡ് ഇൻഡെക്സ് 8.0 എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് വാല്യൂ, 4th ഇൻഡെക്സ് 12, 5th ഇൻഡെക്സിലാണ് ആ ഒരു ലിസ്റ്റ് കിടക്കുന്നത്. ആ ഒരു ഇൻഡെക്സ് കംപ്ലീറ്റ് ആയിട്ടൊരു പുതിയൊരു ലിസ്റ്റ് കിടക്കുകയാണ് അവിടെ. ആ ഒരു ഇൻഡെക്സ് കംപ്ലീറ്റ് ആയിട്ടൊരു പുതിയ ലിസ്റ്റാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, ആ ഒരു 4th ഇൻഡെക്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് വന്ന് കിടക്കുക. ആ 4th ഇൻഡെക്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് വന്ന് കിടക്കുകയാണ്. 5th ഇൻഡെക്സിലേക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് വന്ന് കിടക്കുകയാണ് അവിടെ. ആ ഇൻഡെക്സിലാണ് ആ ലിസ്റ്റ് കിടക്കുന്നത്, അല്ലാതെ ഇങ്ങനെ കോമേറ്റല്ല. ആ ഒരു ഇൻഡെക്സ് കംപ്ലീറ്റ് ആയിട്ടാണ് ആ ലിസ്റ്റ് കിടക്കുന്നത്. നമ്മൾ അടുത്ത വേണമെങ്കിൽ വേറെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ, ഇത് നോക്കാം. 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ്, 4th ഇൻഡെക്സ്, 5th ഇൻഡെക്സ്, 6th ഇൻഡെക്സ്. അപ്പോൾ ആ ഒരു ഇൻഡെക്സിൽ ആ കംപ്ലീറ്റ് ഒരു ലിസ്റ്റ് കിടക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റഡ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. നെസ്റ്റഡ് ലിസ്റ്റാണ് സത്യം പറഞ്ഞത്. ഇത് ഒരു ലിസ്റ്റിൻ്റെ അകത്ത് വേറെ ലിസ്റ്റ്, അപ്പോൾ ഇതിന് നെസ്റ്റഡ് ലിസ്റ്റ് എന്നും പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് നമ്മൾ വേരിയബിൾ ക്രിയേഷൻ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വാല്യൂസ് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വാല്യൂസ് അങ്ങനെ കൊടുക്കണ്ട, പകരം നമുക്ക് യൂസറിനോട് ഇൻപുട്ട് വാങ്ങിച്ചു കൊടുക്കാൻ നോക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നെയിം ഡോട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്, APPEND. അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ലിസ്റ്റിൻ്റെ പേര് ഡോട്ട് അപ്പൻഡ്
നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഹായ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹായ് കയറിയിട്ട് ഈ നെയിംസ് എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റ് ഇവിടെ ഉണ്ട്, അത് എം ഡി ആയിട്ടാണ് ഇട്ടേക്കുന്നത്. കണ്ടോ, ഇവിടെ കോമയൊന്നും ഇട്ടിട്ടില്ല, അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇത് എം ടി ആണ്. ഈ എം ടി ആയിട്ടുള്ള ലിസ്റ്റിലേക്ക് നമ്മൾ ഇത് അപ്പൻഡ് ചെയ്യുകയാണ്. എം ടി ആയിട്ടുള്ള ലിസ്റ്റിലേക്ക് നമ്മൾ ഈ ഒരു ഹായ് എന്ന് പറയുന്ന ഐറ്റം അപ്പൻഡ് ചെയ്തു. ഇപ്പോൾ ഇത് അപ്പൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെയാവും, ഇങ്ങനെയാവും. നെയിംസ് ഇങ്ങനെയായി മാറും. എന്നിട്ട് അടുത്ത ഒരെണ്ണം കൂടി അപ്പൻഡ് ചെയ്യുമ്പോൾ അടുത്ത ഐറ്റം ഇങ്ങനെ വന്ന് കിടക്കും. ഇപ്പോൾ 78 എന്ന് പറഞ്ഞൊരു ഐറ്റം ഞാൻ അപ്പൻഡ് ചെയ്യുവാണെങ്കിൽ അതിങ്ങനെയായി മാറും. മനസ്സിലായോ? അപ്പോൾ അപ്പൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലിസ്റ്റിലേക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ആഡ് ചെയ്യാൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഇത് എം ടി ലിസ്റ്റ്, ഇപ്പോൾ എം ടി ആണോന്ന് തന്നെ ഇല്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഒരു 2 ഐറ്റം ഉള്ളതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അപ്പൻഡ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പൻഡ് ചെയ്യുമ്പോൾ സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് ഫോർമാറ്റിൽ തന്നെ ഇടണം, ഇൻറ്റീജർ ആണെങ്കിൽ കുഴപ്പമില്ല, ഫ്ലോട്ട് ആണെങ്കിൽ ഡോട്ട് ഇട്ട് പോയിന്റ് ഇട്ട് തന്നെ ഇടണം. കണ്ടോ, നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തത് 12ഉം 9ഉം മാത്രമാണ്. അത് കഴിഞ്ഞതിൻ്റെ അകത്തേക്ക് അപ്പൻഡ് ചെയ്തു, ഹായിയും 78 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ അപ്പൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് 4ഉം കൂടി കിട്ടി, ഈ 4 ഡാറ്റയും കൂടി ഒരുമിച്ച് കിട്ടി. അപ്പോൾ ഇപ്പോൾ ലിസ്റ്റിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്, എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. എക്സ്റ്റെൻഡ് എന്താ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിസ്റ്റിൽ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. എക്സ്റ്റെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ലിസ്റ്റിനെ വേണമെങ്കിൽ നമുക്കൊരു പൊസിഷനിലേക്ക് കൊടുക്കാം, ഒരു ഇൻഡെക്സ് പൊസിഷനിലേക്ക് ലിസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാം. ഒരു ലിസ്റ്റ് തന്നെ വേണമെങ്കിൽ കയറ്റാം. അപ്പോൾ ഈ അപ്പൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ അങ്ങോട്ട് കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടോ, അപ്പൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ കംപ്ലീറ്റ് ആയിട്ട് ലിസ്റ്റോടെ തന്നെ ഇങ്ങോട്ട് പോകുന്നു. പക്ഷേ നമുക്ക് അങ്ങനെയല്ല വേണ്ടെന്നൊരു സിറ്റുവേഷൻ വന്നു. ഇപ്പോൾ അപ്പൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ലിസ്റ്റ് ഉണ്ട്, എനിക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട്, ഞാൻ ഒന്നുകൂടി അതിലേക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നെയിംസ് 2 എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ട്. ഈ ഒരു ലിസ്റ്റിനെ ഈ ഒരു ലിസ്റ്റിലേക്ക് മെർജ് ചെയ്യണം, രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് ഈ നെയിംസിലേക്ക് സ്റ്റോർ ചെയ്യണം. നെയിംസിലേക്ക് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. നെയിംസ് ഡോട്ട് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഈ നെയിംസ് 2 കൊടുക്കാം, നെയിംസ് 2. അപ്പോൾ നെയിംസ് എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റിലോട്ട് ഈ ലിസ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ആയി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ മെർജാവുകയാണ്. മെർജാണ് എന്തെന്നാണ് നെയിംസ് 2 എന്ന് പറയുന്ന ഈ ഒരു വേറൊരു ലിസ്റ്റ് മെർജാകും. എന്നിട്ട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നെയിംസിൽ സ്റ്റോർ ആയി കിടക്കും. കണ്ടോ, 12, 9 നമ്മുടെ ഫസ്റ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു, 2, 4, 6 സെക്കൻഡ് ലിസ്റ്റിലുണ്ടായിരുന്നു. അത് രണ്ടും കൂടി നെയിംസിലേക്ക് സ്റ്റോർ ആയി. അപ്പോൾ ഇതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കണം, ഇത് സെപ്പറേറ്റ് ലിസ്റ്റായിട്ടല്ല സ്റ്റോർ ആയത്. ഇപ്പോൾ അപ്പൻ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഒരൊറ്റ ലിസ്റ്റായിട്ട് അടുത്ത പൊസിഷനിലേക്ക് ഈ ഫസ്റ്റ് സെക്കൻഡ് 0th ഇൻഡെക്സ് ഫസ്റ്റ് ഇൻഡെക്സ് സെക്കൻഡ് ഇൻഡെക്സിലേക്ക് ആ കംപ്ലീറ്റ് ലിസ്റ്റ് ആയിരിക്കും വന്ന് സ്റ്റോർ ആകുന്നത്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല സ്റ്റോർ ആയിരിക്കുന്നത്, പകരം ഓരോന്നായിട്ട് ആ ഒരു ലിസ്റ്റിനെ ഇങ്ങോട്ട് മെർജായിരിക്കുകയാണ്, ഒരു പുതിയ ലിസ്റ്റായിട്ട് ആയിട്ട് സ്റ്റോർ ആയിരിക്കുകയാണ്. ഒരു ലിസ്റ്റ് അല്ല ഇവിടെ വന്ന് കയറിയിരിക്കുന്നത്, പകരം ആ ഓരോ ഐറ്റം വന്ന് ഇങ്ങോട്ട് കയറിപ്പോയിരിക്കുകയാണ്, ഇൻസേർട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അപ്പൻഡും എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന 2 ഫംഗ്ഷൻ. ഇനി കുറേ ഫംഗ്ഷൻസ് ഉണ്ട്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കുറേ ഫംഗ്ഷൻസ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കിട്ടും. ലിസ്റ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി പൈത്തണിൻ്റെ അകത്തുള്ള. അപ്പോൾ പൈത്തണിനകത്ത് കുറേ ഫംഗ്ഷൻസ് ഉണ്ട് ലിസ്റ്റിന് വേണ്ടി, അതെല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, ഓരോന്ന് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഒരു പ്രോഗ്രാം കൂടി ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ലിസ്റ്റ് വെച്ച്. ഇപ്പോൾ ഞാൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്പേഴ്സ് എന്നാണ് ലിസ്റ്റിന് പേരിട്ടേക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ഞാൻ വാല്യൂസ് കൊടുക്കുവാണ്. ഇങ്ങനെ കുറച്ച് വാല്യൂസ് കൊടുക്കും. ഇതെല്ലാം കൂടി എനിക്ക് കൂട്ടി സമ്മ് കണ്ടെത്തി കിട്ടണം. ഇത് ഈ എല്ലാ ഐറ്റംസിൻ്റെയും സമ്മ് കണ്ടെത്തി കിട്ടണം.
അതിനുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോർ I in numbers. ഈ ഫോർ ലൂപ്പ് ഒന്നും നമ്മളിപ്പോൾ പഠിപ്പിച്ചിട്ടില്ല, അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നതാണ്. എന്നാലും ഫോർ ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ വർക്കിംഗ് എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ലിസ്റ്റാണ്, ഇതെന്ന് പറയുന്ന ഒരു വേരിയബിളാണ്, അതിൻ്റെ അകത്ത് വേരിയബിളാണ്, ലിസ്റ്റ് വേരിയബിളാണിത്. ആ ഒരു ലിസ്റ്റിലേക്ക് ഇപ്പോൾ ഫോർ I in നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും ഐയുടെ അകത്തേക്ക് ഓരോ ഐറ്റം വൈസ് ഐറ്റമായിട്ട് ഇങ്ങനെ കയറി വരും. ഇപ്പോൾ ആദ്യം വരുന്ന 1 ആയിരിക്കും ഐയുടെ അകത്ത്, രണ്ടാമത് തന്നെ 2 ആയിരിക്കും, മൂന്നാമത് തന്നെ 4 ആയിരിക്കും, 5 ആയിരിക്കും. അങ്ങനെ ഓരോ ഐട്രേഷൻ എന്ന് പറയുമ്പോൾ ഓരോ തവണയും ഓരോ ഐറ്റം കയറി വരും. അപ്പോൾ കയറി വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ സമ്മ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. സമ്മ് കണ്ടെത്താൻ വേണ്ടി ജസ്റ്റ് മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു സം എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിൽ 0 സ്റ്റോർ ചെയ്തു. ആ സ്റ്റോർ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് I. ഞാൻ ആദ്യം ഈ പ്രോഗ്രാം ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോറി, സമ്മാണ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഞാൻ നമ്പറാണ് പ്രിൻറ്റ് ചെയ്തത്. 33 എന്ന് പറയുന്ന ഒരു വാല്യൂ. ഇതിൻ്റെ എല്ലാത്തിനെയും കൂടി സമ്മ് കണ്ടെത്തിയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുക. ഇപ്പോൾ ഇവിടെ എങ്ങനെ വർക്കിംഗ് നടക്കുന്നതെന്ന് വെച്ചാൽ ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഐട്രേറ്റ് ചെയ്യാനാണ്. ഓരോ ഐറ്റം ഇതിനെ ഐട്രേറ്റ് ചെയ്ത് എടുക്കും ഈ ഫോർ ലൂപ്പിൽ, ഈ ഒരു സിനാരിയോയിൽ നടക്കുമ്പോൾ. അപ്പോൾ ഫോർ I in നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും നമ്പേഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഓരോ ഐറ്റം വൈസ് ഐറ്റമായിട്ട് ഇങ്ങനെ കയറി വരും. ആദ്യം വരുന്ന 1 ആയിരിക്കും. അപ്പോൾ ഐയുടെ അകത്ത് 1 വന്ന് സ്റ്റോർ ആവും. I എന്ന് പറയുന്ന ഒരു സിംഗിൾ ഇൻറ്റീജർ വേരിയബിളാണെന്ന് ഓർക്കുക ആദ്യം. അതിലേക്ക് 1 വന്ന് സ്റ്റോർ ആവും. 1 വന്ന് സ്റ്റോർ ആയിട്ട് എന്ത് പറ്റും, ഈ സമ്മിലിപ്പോൾ എന്താ ഉള്ളത്, സമ്മിലിപ്പോൾ 0 ആണ് കറൻ്റ് ഉള്ളത്. ഈ സമ്മുമായിട്ട് ഇത് ആഡ് ആവും. 0 + 1 എന്ന് പറയുന്ന ആൻസർ സമ്മി സ്റ്റോർ ആവും. ഇനി സെക്കൻഡ് ഐട്രേഷനിൽ ഇപ്പോൾ സമ്മിൻ്റെ അകത്ത് എന്തുണ്ട്, സമ്മിൻ്റെ അകത്ത് 1 ഉണ്ട്. സമ്മിൻ്റെ അകത്ത് നമുക്കിപ്പോൾ 1 ഉണ്ട്. ഐയുടെ അകത്ത് കറൻ്റ് ഉള്ളത് 1 ആണ്. ഇനി അടുത്ത ഐട്രേഷൻ വരുമ്പോൾ ഈ 2 എന്ന് പറയുന്ന ഐറ്റം വന്ന് സ്റ്റോർ ആവും. 2ഉം ഈ സമ്മിൻ്റെ അകത്തുള്ളതും കൂടി കൂട്ടും. സം പ്ലസ് I. സം എന്ന് പറയുമ്പോൾ 1 ഉണ്ട്, ഐയുടെ അകത്ത് 2 ഉണ്ട്. 2ഉം 1ഉം 3. അപ്പോൾ സമ്മിൻ്റെ അകത്ത് 3 ആയി അപ്ഡേറ്റ് ആവും. ഇങ്ങനെ റിപ്പീറ്റഡായി 8 വരെ ഇവിടെ ഇങ്ങനെ കറങ്ങി പോകും. ഐട്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഐയുടെ വാല്യൂ മാറ്റം വന്നെ എങ്ങനെയാണ്, ഈ നമ്പേഴ്സിലെ ഓരോ ഐറ്റമായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് ഐയുടെ വാല്യൂ മാറ്റം വന്ന് നമുക്ക് സമ്മിൻ്റെ അകത്ത് അത് സ്റ്റോർ ആയി കിട്ടും. അപ്പോൾ അവസാനം വരുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഈ ഏറ്റവും ലാസ്റ്റത്തെ ഇൻഡെക്സിലെ ഐറ്റം കൂടി സ്റ്റോർ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് ലിസ്റ്റിൻ്റെ അകത്തുള്ള എലമെൻസിൻ്റെ സമ്മ് കിട്ടും. ആ സമ്മ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഒരു ചെറിയൊരു ബേസിക് പ്രോഗ്രാമാണ്. 33 എന്ന് പറഞ്ഞ ആൻസർ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. അങ്ങനെ നമുക്കൊരു പ്രിൻറ്റിങ് മെസ്സേജ് കൂടി കൊടുക്കാം. സം ഈസ്, കണ്ടോ, സം ഈസ് 33 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. ഒന്നുകൂടി പറയാം, ഇവിടെ ഫോർ ലൂപ്പിലിട്ട് ഐട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് വ്യക്തമായിട്ട് നമുക്ക് ഫോർ ലൂപ്പിൻ്റെ ക്ലാസ്സിൽ ഇതെങ്ങനെ വർക്കിംഗ് നടക്കണമെന്നൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇവിടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫോർ ലൂപ്പിലിട്ട് ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഈ വേരിയബിളിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റ്സായിട്ട് ഐറ്റമായിട്ട് ഇങ്ങനെ കയറി വരും. അപ്പോൾ അത് വന്ന് സ്റ്റോർ ആകുന്ന ഐയിലായിരിക്കും. ആദ്യം വന്ന് ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ഐറ്റം സ്റ്റോർ ആവും. സ്റ്റോർ ആയിക്കഴിഞ്ഞ് ഇതിൻ്റെ ബോഡി എന്ന് പറയും. ഇതിന് ഈ ഒരു താഴത്തെ ഈ ഒരു കണ്ടോ, ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒരു 4 സ്പേസ് ഇട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതൊക്കെ എന്താണെന്ന് പറയാം. അതിന് ഇൻഡൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഫോർ ലൂപ്പിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു 4 ഒരു സ്പേസ് ഇട്ടേക്കാണ്. സ്പേസ് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡിയാണ് അതിൻ്റെ ഫോർ ലൂപ്പിൻ്റെ ബോഡിയാണെന്ന് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് സം ആഡായി ഇപ്പോൾ ആദ്യം ഐയുടെ അകത്ത് 1 വരും. അത് കഴിഞ്ഞ് അടുത്ത ഐട്രേഷൻ പിന്നെ കറങ്ങി മുകളിലോട്ട് പിന്നെ ചെല്ലും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഐയുടെ വാല്യൂ മാറി 2 ആവും. സമ്മ് അപ്ഡേറ്റ് ആകുന്നുണ്ട്, കാരണം പ്ലസ് ആയി വരികയാണ്. സം എന്ന് പറഞ്ഞ വേരിയബിൾ പിന്നെ നോക്കണ്ട, ആദ്യം 0 ആയിരുന്നു, പിന്നെ ഇങ്ങനെ കയറി വരികയാണ്.
ഓരോന്നോരോന്ന് ഐയുടെ അത് മാറ്റുന്നതിനനുസരിച്ച് അത് ആഡാവും, അടുത്ത ഐറ്റം കയറും, ആ 5 ഇങ്ങോട്ട് വരും, ഐയുടെ അത് 5 ആവും, 5 നേരത്തെ ഉള്ള സമ്മിൻ്റെ വാല്യൂൻ്റെ കൂടെ ആ 5 ആഡാവും, 6 ഐ അപ്ഡേറ്റ് ആവും, 6 അങ്ങനെ അങ്ങനെ കയറി കയറി വരും. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒരു പ്രിൻറ്റ് മെസ്സേജ് കൊടുക്കുവാണെങ്കിൽ കറണ്ട് ഐ ഈസ് ഐ എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഐയുടെ വാല്യൂ ആ സമയത്ത് എന്താണെന്ന് നമുക്ക് കാണാം. കണ്ടോ, കറണ്ട് ഐ ഈസ് 1, കറണ്ട് ഐ ഈസ് 2, അങ്ങനെ അപ്ഡേറ്റ് ആയി നമുക്ക് അവസാനം 33 എന്ന് പറഞ്ഞ സം എല്ലാം ഇങ്ങനെ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ് സമ്മിൽ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും, പിന്നെയും മുകളിലോട്ട് പോകും, പിന്നെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും, ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ആയിട്ട് വരും, പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും, അങ്ങനെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ലാസ്റ്റ് ഐറ്റം എപ്പോഴാണോ തീരുന്നത് അവിടം വരെയും എക്സിക്യൂഷൻ നടക്കും. അപ്പോൾ ഇതാണ് ലിസ്റ്റിൻ്റെ പ്രോഗ്രാംസ്, ചെറിയ 2 പ്രോഗ്രാംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.